ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബൺദോശയാണ്. അതിനു വേണ്ടി കുറച്ച് റവ എടുക്കാം. അതിനു വേണ്ടി ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിനകത്തിട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത റവ എടുത്താലും കുഴപ്പമില്ല, വറുക്കാത്ത എടുത്താലും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റവയാണിത്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങ്. അതിന് ഒരു ഉരുളൻകിഴങ്ങ് എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് ആവശ്യമായ വെള്ളം, ഞാൻ ആ റവ എടുത്ത കപ്പിൽ തന്നെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. നമ്മുടെ മാവെല്ലാം അരച്ചിട്ടുണ്ട്. റവയും ഉരുളൻകിഴങ്ങും കൂടെ അരച്ചു വെച്ചു. ഇനി ഇതിനകത്തോട്ട് തട്ടാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം, ഉപ്പ് പാകത്തിന്. ഇനി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമ്മൾ എളുപ്പം ചുടുന്നതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന ബണ്ണ് ദോശയാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിനകത്ത് കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാള, ഒരു 3/4 സവാള അരിഞ്ഞത്. ഇനി നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് വെച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം. ഇതിനകത്ത് ഇത്രയും ചേർക്കത്തുള്ളൂ. ഇനി നമുക്കിതൊരു ദോശ ചുടുന്ന ഒരു പാനോ അല്ലാത്തൊരു പാനോ അടുപ്പ് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ദോശയൊക്കെ ചുടുന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റും കറിവേപ്പിലയും വെച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതും കൂടെ ചൂടാം. ക്യാരറ്റും കൂടെ വെച്ച് കൊടുക്കാം, കറിവേപ്പില. നമുക്ക് തിരിച്ച് ഇടാം. ഞാനിതിനകത്ത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല.
എണ്ണയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ദോശ പാത്രത്തിനകത്ത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. പരത്തിയൊന്നും വേണ്ട, ഇങ്ങനൊന്ന് ചുട്ടെടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ക്യാരറ്റും ഒരു കറിവേപ്പില ഇടുന്നത്. ഒക്കെ തിരിച്ചിടാം. ഒക്കെ തിരിച്ച് ഇതിനകത്തോട്ടിടാം. പാത്രത്തിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. തിന്നാൻ നല്ല സോഫ്റ്റാണ്, നല്ല കഴിക്കാൻ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ബണ്ണ് ദോശ. ഒക്കെ തിരിച്ചിടാം. അങ്ങനെ നമ്മൾ എല്ലാ ബണ്ണ് ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ബൺ ദോശയെല്ലാം ചുട്ട് ഇതേപോലെ ഓരോന്നോരോന്ന് ചുട്ടെടുത്ത്. ഇങ്ങനെ എണ്ണയൊന്നും നമ്മൾ ചേർത്തില്ല, അല്ലാതെ തന്നെ നമ്മൾ ചുട്ടെടുത്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്ക്. അടിപൊളിയാണ് നമ്മുടെ ബൺ ദോശ. കുട്ടികൾക്കൊക്കെ എന്നും നമ്മൾ വേറെ ഓരോന്ന് കൊടുക്കുമല്ലോ, ഇങ്ങനെ വ്യത്യസ്തമായി ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസായി പിന്നെ വരാം. ഓക്കെ, ബൈ.